അപ്പോൾ നമ്മളിന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഫാമിന് ഫിൽറ്ററുകളെല്ലാം ഊരി കഴുകുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ഫിൽറ്റർ ഊരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ ട്രൈപ്പോഡിൻ്റെ അകത്താണ് ഞാൻ ബ്ലോഗ് എടുക്കുന്നത്. ട്രൈപ്പോഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കണ്ടില്ലേ, ഫുൾ അഴുക്കാണ്. ഇത് ഈ വളമൊക്കെ ഇതിൻ്റെ അകത്തൂടെ കഴിച്ചു വിടുന്ന കാരണം കൊണ്ട് ഇതിങ്ങനെ എത്ര അഴുക്കായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഫിൽറ്ററിൻ്റെ ഇൻ ക്ലീനിങ് ആണിത്. അതും ക്ലീൻ ചെയ്യുന്നത് ഈ സാധനം വെച്ചിട്ടാണ് അകം ക്ലീൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതൊന്ന് കഴുകിയിട്ട് മൊത്തം അഴുക്കാണ്. ഞാൻ കഴുകുന്ന കാണിച്ചു. വാ യെസ് നമുക്കിപ്പം സംഭവം കഴുകാം. കുറച്ച് അഴുക്കിപ്പം തന്നെ പോയിട്ടുണ്ട്. ഇനിയും കുറേ അഴുക്ക് പോകാണ്ട് അതിനാണ്ട് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം അഴുക്ക് മൊത്തം നമുക്ക് പോകാം. ഇതെന്ന് പറയുന്ന അരിപ്പയാണ്. ഇത് നമ്മളെ സ്റ്റീല് അരിപ്പാണ് അകത്ത് ഫിൽറ്ററാണ്. ഞാൻ വേറൊന്നുണ്ട്, അതാണ് ഡിസ്ക് ഫിൽറ്റർ. അതിൻ്റെ അകത്ത് ഈ ചെറിയ പൊടിയല്ല, അത്യാവശ്യം ഒരു തിക്നെസ് ഉള്ള പൊടികളാണ് ഫിൽറ്റർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഫിൽറ്ററായി വരുന്ന ഫുള്ള് പൊടികളെല്ലാം ഫിൽറ്ററായിട്ട് പ്യുവർ വാട്ടറായിട്ട് അതിൻ്റെ അകത്തുനിന്ന് പോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല റേറ്റ് അതിന് ഫിൽറ്റർ കൂടി വരുന്നത്. നല്ല രീതിയിൽ ഇത് എല്ലാ ആഴ്ചയും ഇവിടെ ക്ലീൻ ചെയ്യുന്നതാണ്. ഒക്കെ ഇവിടെ വന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പണി. ഇത് മിക്കർ കൊടുക്കുന്നതായിരുന്നു. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ജസ്റ്റ് കാണാൻ ജസ്റ്റ്. പിന്നെ നമുക്ക് ഇടാതെ ഇനി ഈ സാധനം ഇടാനായിട്ട് ഇതാണ് എൻ്റെ ഫിൽറ്ററിൻ്റെ ഇഞ്ചിയുടെ സംഭവങ്ങളെല്ലാം ഞാൻ കാണിച്ചത്. സംഭവിക്കുന്നത് വേണ്ട, ഞാൻ കാണിച്ചത് ഏതാണ്ട് ഇതാണ് ഇതിൻ്റെ അകത്തെ സംഭവങ്ങളെല്ലാം. ഇത് കണക്കാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തൂടെയാണ് വെള്ളം ഔട്ട് പോണത്. ഇവിടെ രണ്ട് കൊഞ്ചൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ഫിൽറ്റർ. ഫിൽറ്റർ സിമ്പിളാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ അമർത്തി വെച്ചാൽ മാത്രം മതി. ഫിൽറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ക്യാപ്പുണ്ട്. ഇതാണ് ക്യാപ്പ്. ഇതിൻ്റെ എയർ വാൽവാണ്. എയർ പുറത്ത് പോകണം. അതാണ് നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് കഴിയാം. അപ്പം പുള്ളി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സിമ്പിളാണ് സംഭവം. വെച്ചിട്ട് അടയ്ക്കുക എന്ന് പറയുന്നത്. ഇതൊക്കെ ഇറക്കി ടൈറ്റ് ചെയ്യുക. ഇതിൻ്റെ ലോക്കാണ് വരുന്നത്. സംഭവം ഭയങ്കര സിമ്പിളാണ്. അതിലേക്ക് ചില കൂടുതലായിരിക്കും. ഇവിടെ ലോക്ക് പിടിച്ചിടാൻ ഭയങ്കര പാടാണ്. സംഭവം ഒരു ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ അടുത്തത് വെള്ളം തുറന്ന് വിടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൂടെ വെള്ളം ഇപ്പം കാണിക്കുക. കണ്ടോ, കറക്കിൻ്റെ അകത്ത് ഔട്ട് വെള്ളം പോകും. അഴുക്ക് വെള്ളം കാണില്ല. അപ്പോൾ ഇതങ്ങ് അടച്ചടിക്കുക. അടയ്ക്കുക ഭയങ്കര ടൈറ്റാണ്. അതെ. ഇനി അടുത്ത ഇതാണ്. ഇത് ഡിസ്ക് ഫിൽറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഡിസ്ക് ഫിൽറ്റർ കൂടെ ഞാൻ ഊരി കാണിച്ചത്. ഡിസ്ക് ഫിൽറ്റർ മെത്തേഡല്ല, ലോക്കിൻ്റെ മെത്തേഡെല്ലാം ചെറുതായിട്ട് എനിക്കിവിടെ ചെറുതാണ്. ഇതാണ് ഡിസ്ക് ഫിൽറ്റർ. ഡിസ്ക് ഫിൽറ്റർ ഇങ്ങനെ തിരിക്കിയിട്ടാണ് നമ്മൾ ഊരുന്നത്. ഇതിൻ്റെ കണ്ട ഇത് കണക്കാണ്. ഇത് കണക്ക് അരിപ്പ കണക്ക്, കൊച്ചു കൊച്ചു അരിപ്പ കണക്കാണ് സംഭവിക്കുന്നത്. ഇതിനൊക്കെ പ്രാണിയൊക്കെ ഇരിക്കുന്നത് മൊത്തം. ഇതിൻ്റെ അകത്തുനിന്നാണ്ട് ഇത് കണക്കുള്ള അത്യാവശ്യം വലിപ്പമുള്ള പൊടി സംഭവങ്ങളാണ് ഫിൽറ്റർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള പൊടിയാണ്. ഇതും കഴിയണ്ട. നമ്മളിപ്പം ഇതും കഴിവെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ടൈറ്റ് ചെയ്യണം. മുഖത്തൊന്നും വെള്ളം.
ടൈറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഫിൽറ്ററിൻ്റെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇടാം. ഇതിൻ്റെ ടോപ്പ് അത്യാവശ്യം നല്ല വൃത്തിക്കിരിക്കാനത് കാരണം നമുക്കിത് കഴുകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ലോക്കിനൊന്നും വ്യത്യാസമില്ല, ലോക്കെല്ലാം സെയിമാണ്. അതേ കണക്കിന് ലോക്ക് തന്നെ. പാടാണ് ഇതിൻ്റെ കണക്ക്. സെറ്റ്. അപ്പോൾ ഈ 2 ഫിൽറ്ററും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം ഓപ്പൺ ചെയ്യാം. വെള്ളം ഓപ്പൺ ചെയ്തിട്ട് കാണണ്ട, ഇതിൻ്റെ ഔട്ടാണ്. ഇതിൻ്റെ അതൊരു ഔട്ട് പക്ക വേണ്ട ഇങ്ങോട്ട് നോക്കുക. വേണ്ട ഇത് വേണ്ട, ഇത് ഔട്ട് പക്ക പോണണ്ട. ഇതിൻ്റെ ഫുള്ള് ക്ലീൻ ആകാനാണ് ഇത് കാണിക്കുന്നത്. ഒറ്റ ടൈം ഏകദേശം ഏറ്റവും താഴത്തെ ഷെഡാണ് ഇതോട്ടാണ് ഇപ്പം നമ്മൾ വെള്ളം തുറന്നേക്കണം. ഏകദേശം 500 ലിറ്റർ വെള്ളമാണ് ഒറ്റ ടൈം ഇതിൻ്റെ അകത്ത് ഫിൽറ്ററായി പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫിൽറ്ററിങ് സിസ്റ്റം. പിന്നെ ഇവിടെ കുറേ പൈപ്പ് സംഭവങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ തുറക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ അതിനെക്കുറിച്ച് പറയാൻ പോവുകയാണെങ്കിൽ ഒരുപാട് ഷെഡിലോട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഫിൽറ്ററിങ് സിസ്റ്റം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.